അത്യാവശ്യം നല്ല പൊളിയാണെന്ന് തന്നെ പറയാം. പൊളിയാണ്. ഇപ്പൊ ഇവിടെ ഗ്രൗണ്ട് ഉണ്ട്, പിന്നെ ഉച്ചഭക്ഷണമൊക്കെ നല്ലതാണ്. ഇവിടെ ഇടയ്ക്ക് ചിക്കനും ബീഫൊക്കെ ഉണ്ടാവും. പൊളിയാണെന്ന് AI ഉപയോഗിക്കാൻ തുടങ്ങി പഠനത്തിലൊക്കെ. അതൊക്കെ നല്ലൊരു മാറ്റങ്ങളാണ്. നമുക്ക് നല്ല കെട്ടിടങ്ങളായി, പഴയ കാലത്തെ വെച്ച് ഒരുപാട് നല്ല രീതിയിലായല്ലോ. ലൈറ്റുകൾ, ഫാനുകൾ, നല്ല കെട്ടിടങ്ങൾ, പിന്നെ അതുപോലെ കുട്ടികളുടെ ഫുഡിന്റെ കാര്യത്തിലായാലും അങ്ങനെ ഇപ്പൊ സ്കൂളിൽ വെച്ചാണെങ്കിൽ ഇപ്പൊ നേരത്തെ സ്കൂളിൽ നല്ല മാറ്റമുള്ളൂ. വിദ്യാഭ്യാസ മേഖല പഠനത്തോടൊപ്പം മറ്റു കാര്യങ്ങളിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. കാരണം കുട്ടികൾ ഇപ്പൊ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ മറ്റു ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡിന്റെ കാര്യത്തിൽ നല്ല രീതിയിൽ വ്യത്യാസം വരുന്നുണ്ട്. അരിച്ചാക്കുന്ന പുഴുവിന് എല്ലിനെയും കിട്ടിയ പോലെയല്ല ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ ബിരിയാണിയും ഫ്രൈഡ് റൈസ് ഒക്കെയാണ് ക്ലാസ്സുകളിൽ തിന്ന് വളരുന്നത്. ബാക്കിയുള്ള സംസ്ഥാനം വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം അടിപൊളിയായിട്ട് പോകുന്നത് കേരളം തന്നെയായിട്ടാണ് എൻ്റെ മൈൻഡിൽ. നമുക്ക് കൂടുതൽ ലാപ്ടോപ്പുകളൊക്കെ അനുവദിച്ചിട്ടുണ്ട്. ഓരോ വർഷവും അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയൊരു കൊച്ച്, അവന് കാശ്മീർ കളിക്കാൻ പോയപ്പോൾ അവിടുന്ന് ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ട് വന്നപ്പം നേരിട്ട് മന്ത്രിയെ വിളിക്കുകയും മന്ത്രി ടിക്കറ്റ് റെഡിയാക്കിയ കുട്ടികളെ നാട്ടിലെത്തിച്ചല്ലോ. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല പോയിന്റാണ്. ഇതിന് ചരിത്രത്തിലാദ്യമായിട്ടാണ് വെർച്വൽ വഴി ഒരു വിദ്യാർത്ഥി കലോത്സവത്തിന് പങ്കെടുത്തത്. അത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു നേട്ടം തന്നെയാണ്. വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങളുണ്ട്. ഈ സർക്കാർ തന്നെ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.